സോ ഹായ് ഓളോ. അപ്പോൾ ഇന്ന് നമ്മളൊരു കിടിലം പുഷ് വർക്കൗട്ടായിരുന്നു ചെയ്യാനായിട്ട് പോകുന്നത്. സോ ആദ്യം തന്നെ റാത്തക്സിൻ്റെ പ്രീ വർക്കൗട്ട് വെച്ചിട്ട് സ്വീറ്റ് പൊട്ടറ്റയും കഴിച്ച് നമ്മൾ ജിമ്മിലോട്ട് പോയി. നമ്മൾ ആദ്യം ജിമ്മിൽ വെച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ ചെസ്റ്റ് ആയിരുന്നു. ബെഞ്ച് പ്രസ്സിൽ നിന്ന് ആദ്യത്തെ സെറ്റ് തുടങ്ങി 3 സെറ്റ് ബെഞ്ച് പ്രസ്സും അതുപോലെ തന്നെ 3 സെറ്റ് ഇൻക്ലൈൻ ഡംബിൾ പ്രസ്സും ആണ് നമ്മൾ ചെയ്തത്. ഈ 2 വർക്കൗട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ചെസ്റ്റ് ഓവറോൾ ഗ്രോത്ത് നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. സംഭവം എന്ന് പറയുന്നത് ബെഞ്ച് പ്രസ് വഴി നമ്മുടെ ഓവറോൾ ചെസ്റ്റ് ഡെവലപ്പ് ആവുകയും അതുപോലെ തന്നെ ഇൻക്ലൈൻ ഡംബിൾ പ്രസ് വഴി നമ്മുടെ ആ ചെസ്റ്റിന് ഒരു ഫുൾനെസ് കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു. അതിനുശേഷം നമ്മൾ ചെയ്ത വർക്കൗട്ടായിരുന്നു നമ്മുടെ ഹൈ ടു ലോ കേബിൾ ഫ്ലൈസ്. ഈ ഒരു വർക്കൗട്ട് ടാർഗറ്റ് ചെയ്യണം നമ്മുടെ ലോവർ ചെസ്റ്റിനാണ്. അതുപോലെ തന്നെ ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ആ ഒരു ചെസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ഞാൻ ലാസ്റ്റ് ചെയ്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഡിപ്സ് ആയിരുന്നു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഷോൾഡേഴ്സ് ആയിരുന്നു. ഷോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ 2 വർക്കൗട്ട് മാത്രമേ ചെയ്യേണ്ടതാണ്. കാരണം നമ്മൾ ചെസ്റ്റ് കളിക്കുമ്പോൾ ഷോൾഡേഴ്സിൻ്റെ ഫ്രണ്ട് എൽസിന് ഓൾറെഡി കിട്ടും. തന്നെ ലാറ്ററലും റെയറും മാത്രം ചെയ്തു. 2 വർക്കൗട്ട് 3 സെറ്റ് വീതമായിരുന്നു ചെയ്തത്. സോ ഫസ്റ്റത്തെയാണ് ലാറ്ററൽ റൈസ്. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഷോൾഡേഴ്സിൻ്റെ ഒരു വിത്ത് കൊടുക്കണമായിരിക്കും. നമ്മളിന്ന് സെക്കൻഡ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവേഴ്സ് ലാറ്ററൽ റൈസ് ആയിരുന്നു നമ്മുടെ റെയർ ഡെൽസിന് വേണ്ടി. ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്ന വഴി നമ്മൾ ഒരു റൗണ്ടഡ് ഷോൾഡേഴ്സ് ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞ ശേഷം ട്രൈസപ്പ് വർക്കൗട്ട് ആയിരുന്നു. 2 ട്രൈസപ്പ് വർക്കൗട്ടായിരുന്നു ഞാൻ ആദ്യം ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് ഓവർ ഹെഡ് ചെയ്യാൻ നേരത്തെ എന്താണെന്ന് അറിയാം, എൻ്റെ ഷോൾഡറിൽ ചെറിയൊരു വേദന വന്ന കാരണം ഞാൻ പുഷ് ഡൗൺ കൊണ്ട് നിർത്തി. സോ ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.